അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എട്ടാമത്തെ ജുസ് വലൗ അന്നന. സൂറത്തുൽ അൻആമിലെ 9 പേജും അഅറാഫിലെ 11 പേജുമാണ് ഈ ജുസ്ഇലുള്ളത്. സൂറത്തുൽ അൻആമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. തൗഹീദ്, ഷിർക്ക്, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വിശദീകരണം. ഇപ്പോൾ ഷിർക്കിലുള്ള സമൂഹത്തിന്, ഷിർക്കിലും കുഫറിലും കഴിയുന്ന സമൂഹത്തിന് അള്ളാഹു, റസൂൽ, ആഖിറം ഇത് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അൻആം. സ്വാഭാവികമായിട്ടും അതിൽ ഈമാനികമായ ധാരാളം സംഗതികൾ വരുന്നുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്, കഴിഞ്ഞ ജുസ്ഇലും ഈ പറയുന്ന ജുസ്ഇലുമായിട്ട്. ഇപ്പോൾ ഷിർക്കിൻ്റെ ഒരു സ്വഭാവം നമ്മൾ പറഞ്ഞിരുന്നു, ഒരുപാട് കണക്കുകളും ആചാരങ്ങളും ലംഘിക്കപ്പെടാതെ നോക്കലാണ്. കുറേ കണക്കുകളും ചിട്ടകളും അതെവിടെ നിന്ന് കിട്ടി? അള്ളാഹു കൽപ്പിച്ചപ്പോൾ നിങ്ങൾ സാക്ഷികളായിരുന്നോ? ഏതെങ്കിലും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വേദഗ്രന്ഥം കയ്യിലുണ്ടോ? ഒന്നും അവരുടെ കയ്യിലില്ല. എല്ലാം താവഴിയായി വന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇന്ന് കൃഷിയിലും അതുപോലെ തന്നെ നാൽക്കാലികളിലൊക്കെ പല കണക്കുകളുണ്ട്. ഇത് പുരുഷന്മാർക്ക് കഴിക്കാം, സ്ത്രീകൾക്ക് കഴിക്കരുത്, ഇതിൻ്റെ കൊഴുപ്പ് പാടില്ല, ഇന്നതിൻ്റെ ഇത്ര വർഷമായി കഴിഞ്ഞാൽ, ഇത്ര പ്രസവമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്ത് തുടങ്ങി എന്താണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത കുറേ കണക്കുകളും കാര്യങ്ങളും. അപ്പോൾ അല്ലാഹു തആല ഇതിനെല്ലാം വിമർശിക്കണം. ഉദാഹരണത്തിന് പുത്രബലി നടത്തുന്നവർ എത്ര വലിയ നഷ്ടവാളികളാണ്. അവർക്ക് അവരുടെ പങ്കുകാർ അല്ലെങ്കിൽ ഷിർക്കിൻ്റെ ആളുകൾ ഇതിനെ അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഷിർക്ക് ചെയ്യുന്നതിൽ തന്നെ അവർക്ക് അനീതിയുണ്ട്. എന്നാൽ ആ ചെയ്യുന്ന ഷിർക്കിൽ അവർ പറയുന്ന വാക്കിലൊരു സത്യസന്ധത വേണ്ടേ? അതുമില്ല എന്ന് അല്ലാഹു പറയാണ്. കാരണം വജഅലു ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി, അവർ ഈ പറയുന്നതിലൊക്കെ വിളകളിലൊക്കെ അവർ വിഹിതം നിശ്ചയിക്കും. എന്നിട്ട് പറയും ഇത് അള്ളാഹുവിനുള്ളതാണ്, ആകാശത്തുള്ള ഏകനായ ദൈവം എന്ന് പറയും. ഇത് ഭൂമിയിലുള്ള പങ്കുകാർക്കുള്ളതാണെന്ന് പറയാം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഓഹരി നിശ്ചയിച്ചിങ്ങനെ മാറ്റി വെക്കുമ്പം അള്ളാഹുവിനെ നിശ്ചയിച്ച ഓഹരി പങ്കുകാർക്കായി പോകാമെന്നല്ലാതെ ഒരിക്കലും പങ്കുകാർക്ക് നിശ്ചയിച്ച ഓഹരി അള്ളാഹുവിലേക്കായി പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ആ ഷിർക്ക് ചെയ്യുന്നതിൽ പോലും അനീതിയുണ്ട്. ഏകനായ അള്ളാഹുവിന് അവർ നിശ്ചയിച്ചിരിക്കുന്ന ഓഹരിയിൽ പോലും കൃത്രിമം കാണിക്കുന്നുണ്ട്. അത്രയും ഷിർക്ക്, അതിൽ തന്നെ അനീതി എന്നൊരവസ്ഥയാണ് ഈ സമൂഹങ്ങൾക്കുള്ളത്. അപ്പം ഇതിൻ്റെ ക്ലൈമാക്സിൽ അവസാനത്തിലേക്ക് വന്ന് അല്ലാഹു തആല അവരോട് പറയാണ്, കുൽ തആലോ, ഇതാണ് ഇതിൻ്റെ അവസാന ഭാഗത്തുള്ളത്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഉയർന്നു വരൂ എന്ന് പറഞ്ഞ് 9 കാര്യങ്ങൾ അവരോട് നിർദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ഉയർന്നു വരൂ, എന്നിട്ട് ശരിയായ ജീവിത പാഠങ്ങളിലേക്ക് വാ. പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ 9 കാര്യങ്ങളെന്നല്ല, ഒന്ന് ഷിർക്ക് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്യണം, ദാരിദ്ര്യം ഭയന്ന് മക്കളെ വധിച്ചു കളയരുത്, വൃത്തികേടുകളെ സമീപിക്കരുത്, പ്രത്യക്ഷമായതിനെയും പരോക്ഷമായതിനെയും. അപ്പോൾ വ്യഭിചാരാദി കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അശ്ലീല ചുവടുള്ള കാര്യങ്ങളുടെ പരിസരത്തേക്ക് പോകരുതെന്നർത്ഥം. നിങ്ങൾ അന്യായമായി ആരെയും വധിച്ചു കളയരുത്. ഈ 5 ഉപദേശം പ്രാഥമികമായി കൊടുത്തു. പിന്നെ യതീമിൻ്റെ സമ്പത്തിന് അവർക്ക് ഗുണകരമാകുന്ന രീതിയിലല്ലാതെ നിങ്ങൾ അതുമായി ബന്ധപ്പെടരുത്. അളവിലും തൂക്കത്തിലും കൃത്യത കാണിക്കണം. കച്ചവടം വ്യാപാരമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ കണക്ക് പറഞ്ഞ് വാങ്ങും, അങ്ങോട്ട് കൊടുക്കാനുള്ളതിൽ കൃത്രിമം കാണിക്കുന്നു. അത് ചെയ്യരുത്. മറിച്ച് അളവിലും തൂക്കത്തിലും കൃത്യത കാണിക്കണം. സംസാരിക്കുമ്പോൾ നീതി പാലിക്കണം. അള്ളാഹുവിൻ്റെ കരാറുകൾ പൂർത്തിയാക്കണം. ഇങ്ങനെ 9 നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട സൽഗുണങ്ങളാണ്, മനുഷ്യർക്ക് ഉപകാരമുള്ള സംഗതിയാണ്. അതല്ലാതെ ഇന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറരുത്, ഇത്ര വർഷം കഴിഞ്ഞാൽ കയറരുത്, ഇത് പുരുഷന്മാർ കഴിക്കാം, സ്ത്രീകൾ കഴിക്കരുത്, ഇങ്ങനെ ആരെ എവിടെ പഠിപ്പിച്ചെന്ന് അറിയാത്ത സംഗതികളല്ല, മറിച്ച് ഈ ഉയർന്ന മൂല്യങ്ങളിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്ന് പറയാണ്. അതുപോലെ തന്നെ ഇതിൽ കാണാം, അല്ലാഹു തആല നാളെ മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുമ്പം ജിന്നുകളോട് പറയും, ഒരുപാട് പേരെ നിങ്ങൾ വഴികെടുത്തി കളഞ്ഞല്ലോ. അപ്പം മനുഷ്യർ പറയും, ഞങ്ങൾ പരസ്പരം മുതലെടുത്തു. അപ്പം മനുഷ്യർ ജിന്നുകളെപ്പറ്റി പരസ്പരം മുതലെടുത്തു എന്ന് പറയുന്നത് ഒരുപാട് വിശദീകരണം. ഇപ്പം ഉദാഹരണത്തിന് ഇബ്നു തൈമിയ റഹിമഹുല്ല ഇതിലൊരുപാട് വിശദീകരണം കൊടുത്തിട്ട് ജിന്നുകൾ മനുഷ്യന് ചെയ്യുന്ന ഉപകാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പരാമർശിക്കാൻ കാരണം, നമ്മുടെ കേരളത്തിലെ പശ്ചാത്തലത്തിൽ ഒരുപാട് വിവാദങ്ങൾ ജിന്നുമായി ബന്ധപ്പെട്ടുണ്ടായപ്പം ഈ ഒരായത്താണ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു സംഗതി. ഈ ജിന്ന് മനുഷ്യർക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനിയിപ്പോൾ ആ ഉപകാരങ്ങൾ ആവശ്യപ്പെട്ടാൽ അതെന്താകും? അത് മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിമായ ജിന്നോട് മാത്രമേ ആവശ്യപ്പെടാൻ പറ്റുമോ? അല്ല ആരോട് ആവശ്യപ്പെട്ടാലും ഷിർക്കാകുമോ എന്നൊക്കെ തുടങ്ങി ഈ ആയത്തിൻ്റെ മുകളിൽ അതിൻ്റെ വിശദീകരണമായി വന്നിട്ടുള്ള കാര്യങ്ങളെ തുടർന്നുണ്ടായ ഒരുപാട് സംഗതി. അതായത് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് അഭൗതികമായ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി നിരാകരിച്ച് അതിലൊക്കെ ഷിർക്ക് ആരോപിക്കുന്നൊരവസ്ഥ. പെട്ടെന്ന് അഭൗതികമായിട്ട് മനുഷ്യന് മനസ്സിലാക്കുന്ന ജിന്നിൻ്റെ സംഗതികളെല്ലാം കൂടെ ഒരുമിച്ച് കേൾക്കുകയാണ്. ഒരു പുസ്തകം തുറന്നു വെച്ച് നിരത്തി വായിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങേ എക്സ്ട്രീമിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങേ എക്സ്ട്രീമിലേക്കുള്ള ക്ഷണം കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു പ്രയാസമാണ് സംഘടന
തവിട് പൊടിയായി കഷ്ണങ്ങളായി പൊടിയായി പോകുന്നതിൽ എത്തിച്ച സംഗതി. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പരാമർശം ഈ സൂറത്തിൽ 128-ാമത്തെ ആയത്തിൽ ഈ സൂറത്തിൽ വന്നിട്ടുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പം സൂറത്തുൽ അൻആമിൽ തൗഹീദ് ശിർക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, തൗഹീദ് മനസ്സിലാക്കാൻ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ, അള്ളാഹു തആല എങ്ങനെയാണ് ഈ വിത്തിൽ നിന്ന് ചെടികളെ മുളപ്പിക്കുന്നത്, അതും എന്തെല്ലാം അത്ഭുതങ്ങൾ, ദൈവാസ്തിക്യത്തിൻ്റെ ഭൗതിക ദൃഷ്ടാന്തങ്ങളുണ്ട്, ഒരുപാട് ഫലവർഗ്ഗങ്ങൾ, അതിൽ തന്നെ പല ഇനങ്ങൾ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന നോമ്പിനൊക്കെ കഴിക്കുന്ന ഈത്തപ്പഴം, അതിൽ തന്നെ എന്തെല്ലാം ഇനങ്ങളാണ്. സുക്കരി, സഫാവി, മബ്റൂം, മജ്ദൂൽ തന്നെ പല രാജ്യങ്ങളിൽ പല രീതിയിലാണുള്ളത്. അപ്പം ഒരേ മണ്ണാണ്, ആ മണ്ണിൽ നിന്ന് അല്ലാഹു തആല പല തരത്തിലുള്ള പഴങ്ങൾ ഉണ്ടാക്കുന്നു, ആ പഴത്തിൽ തന്നെ പല തരത്തിലുള്ള ഇനങ്ങളെ സൃഷ്ടിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യണം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്താണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം സംഗതികളാണ് സൂറത്തുൽ അൻആമിലുള്ളത്. അടുത്തത് സൂറത്തുൽ അഅറാഫാണ്. ഈ സൂറത്തുൽ അൻആം, അഅറാഫ് എന്നൊക്കെ പറയുമ്പം സൂറത്തുകൾക്ക് പേര് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പാഠപുസ്തകങ്ങളിൽ ഒരു പേര് വന്നാൽ അതിനെപ്പറ്റിയുള്ള പാഠമാണ്, അടിമുടി അതിനെപ്പറ്റിയുള്ള വിവരണമായിരിക്കും ഉണ്ടാവുക. അങ്ങനെയല്ല ഖുർആനിലെ സൂറത്തുകൾ എന്ന് പറയുമ്പം ആ സൂറത്തിൽ എവിടെയോ അതിനെക്കുറിച്ചുള്ളൊരു പരാമർശം വന്നിട്ടുണ്ട്, അതിനൊരു കാരണമുണ്ട് ആ പേര് പറഞ്ഞതിന് എന്ന് മാത്രം. അതിൽ പല വിഷയങ്ങളും വരും. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടി ഉദാഹരണത്തിന് ആളുകൾ ചിലപ്പോൾ പറയുന്നേക്കാം സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു അധ്യായം സൂറത്തിലുണ്ട്. സ്ത്രീകൾക്ക് വലിയ സ്ഥാനം ദീനിൽ കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒരു സൂറത്തിൻ്റെ പേര് സ്ത്രീകൾ എന്നായത് അതിനൊരു പ്രത്യേക മഹത്വമായി പറഞ്ഞാൽ ഒരു പക്ഷേ തിരിച്ച് ചോദ്യം വന്നേക്കാം. ഖുർആനിലെ അധ്യായത്തിന് ആ രീതിയിലല്ലോ പേര് വെക്കുന്നത്. നാൽക്കാലികളാണ് അൻആം എന്ന് പറഞ്ഞാൽ. ചിലന്തി, അൻകബൂത്ത് എന്ന പേരിൽ സൂറത്തുണ്ട്. നമൽ, ഉറുമ്പ് എന്നുള്ള പേരിൽ സൂറത്തുണ്ട്. അതല്ല, സ്ത്രീകൾക്ക് എന്ത് സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ് പ്രധാനം. അത് ഖുർആൻ അതിൻ്റെ മഹത്വവും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അധ്യായത്തിന് പേര് പറയുന്നു എന്ന് പറയുമ്പം അത് പാഠപുസ്തകത്തിൽ ഇന്ന വസ്തുവിനെ കുറിച്ച് പറയുന്ന അധ്യായം, അപ്പോൾ അതിനെപ്പറ്റി മാത്രമേ ഉള്ളൂ. അതല്ല ഖുർആൻ്റെ രീതി. ഖുർആനിൽ സാധാരണ കഥകൾക്ക്, നോവലുകൾക്കൊക്കെ പേര് വെക്കുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട പരാമർശിക്കപ്പെടുന്ന സംഗതി എവിടെയോ വന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആ സൂറത്തിന് ആ പേര് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. അപ്പം അൻആം, നാൽക്കാലികളുമായി ബന്ധപ്പെട്ട് ഇവരുടെ കുറേ വിവരണങ്ങളും കുറേ സംഗതികളൊക്കെ ഈ സൂറത്തിൽ വരുന്നുണ്ട്. അപ്പം ഈ സൂറത്തിന് അൻആം എന്ന് പേര് വച്ചു. അടുത്ത സൂറത്തിൻ്റെ പേര് അറാഫ് എന്നാണ്. നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള ഒരു മതിൽ, അറാഫ്. മതിലെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ അവിടെ വസിക്കുന്നുണ്ട്, അവർ പിന്നെ സ്വർഗത്തിലേക്ക് അവർ മാറും. അതിനെക്കുറിച്ചുള്ള പരാമർശം കൊണ്ടാണ് അറാഫ് എന്ന പേര് വരുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ശിക്ഷ പെട്ടെന്ന് വന്ന് പിടികൂടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും മരണം ഒരു ഖിയാമത്ത് തന്നെയാണ്. ഏത് സമയത്തും, രാത്രിയോ പകലോ, ഏതവസ്ഥയിലും നമ്മൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ അതിന് ഖിയാമത്ത് സംഭവിക്കണമെന്നില്ല, പൊതുവായ ശിക്ഷ വരണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ആ സമയത്തേക്ക് തയ്യാറാവുകയും അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഉയർന്ന ജീവിതത്തിന് വേണ്ടി, ആഖിറത്തിലുള്ള വിജയത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. പിന്നെ ആഖിറത്തെക്കുറിച്ചുള്ള വിവരണം കുറച്ച് നൽകിയതിന് ശേഷം സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ഇബ്ലീസിൻ്റെയും സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഇബ്ലീസ് അള്ളാഹുവിനെ അഹങ്കാരത്തോടു കൂടി നിഷേധിച്ചതും, രണ്ടാമത്തത് വിശദമായിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ ശൈത്താൻ വഴികെടുത്തിയ സംഭവം, വ്യാമോഹങ്ങൾ കൊടുത്തുകൊണ്ട് പഴം കഴിപ്പിച്ച സംഭവം. ഇതിൻ്റെ ഗുണപാഠങ്ങളൊന്ന്, ആദം നബിയുടെ വിനയം, തൗബ, റബ്ബനാ ളലംനാ അൻഫുസനാ എന്നുള്ള ദുആ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തുൽ അറാഫിൻ്റെ 3-ാമത്തെ പേജിൽ. ഇബ്ലീസിൻ്റെ അഹങ്കാരം. അപ്പോൾ അത് പറയുമ്പം ഈ ഒരു പ്രവൃത്തി ചെയ്ത ഉടനെ അവരുടെ ഔറത്ത് വെളിവായെന്നോ, നിങ്ങളെ ശൈത്താൻ വഴികെടുത്തി കളയാതിരിക്കട്ടെ എന്ന് അല്ലാഹു തആല ഇതേപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പം ഔറത്ത് വെളിവാകുന്നത് ഇത് വലിയൊരു മനുഷ്യൻ ഒഴിവാക്കേണ്ട സംഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട് വൃത്തികേടുകളെ സമീപിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വസ്ത്രം എത്ര വലിയ നിഅമത്താണ് എന്ന് പറഞ്ഞു പോകണം. ഇവിടെ പല സംഭവങ്ങളും ഒന്നൊന്നിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഖുർആൻ വ്യത്യസ്ത സംഗതികളെ പറയുന്നത് പല രീതിയിലാണ്. ഒന്ന്, സ്വർഗത്തെപ്പറ്റി പറയുമ്പോൾ നരകത്തെപ്പറ്റി പറഞ്ഞു, മലക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ശൈത്താനെ പറ്റി പറഞ്ഞു, രാത്രിയെ പറ്റി പറഞ്ഞപ്പോൾ പകലിനെ പറ്റി പറഞ്ഞു. അതായത് ഒന്ന് തലാദ്, ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിനെ കുറിച്ച് പറയും, ഒരു കാര്യം പറയുമ്പം അതിന് സാമ്യമായതിനെ കുറിച്ച് പറയും. ഇപ്പം സമരാധിത സ്വത്തുകൾ എങ്ങനെ വീതിക്കണം എന്ന തീരുമാനം നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൽ ഹൈറുണ്ടാകും. ബദറിൽ പോകാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അത് എത്ര വലിയ ഹൈറായിരുന്നു. അപ്പോൾ ഒന്നുകിൽ നേരെ എതിരായതായിരിക്കാം, അല്ലെങ്കിൽ സാമ്യമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട അടുത്ത വിഷയത്തിലേക്ക് പോയി സാമ്യമാണോ എതിരാണോ എന്നുള്ളത്, നേരെ സാമ്യം എന്നുള്ളതല്ല. ഒരു വിഷയം പറഞ്ഞു, ഉദാഹരണത്തിന് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു, തഖ്വയാകുമെന്ന വസ്ത്രമാണ് ഏറ്റവും ഹൈറെന്ന് പറഞ്ഞു. പിന്നെ നമസ്കാരത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു. ഈ നല്ല വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പം ഒരു ചോദ്യം, എന്താണ് എല്ലാത്തിലും ആഡംബരം എന്തിനാണ്? അപ്പം അള്ളാഹു അനുവദിച്ചിരിക്കുന്ന അലങ്കാരങ്ങളെ ആരാണ് നിഷേധിക്കുന്നത്?
അള്ളാഹു നിങ്ങളോട് വിലക്കിയിരിക്കുന്നത് വൃത്തികേടുകൾ പ്രവർത്തിക്കരുതെന്നാണ്. അങ്ങനെ ഒറ്റൊറ്റ വിഷയങ്ങളിലേക്ക്, അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് അടുത്ത വിഷയത്തിലേക്ക് പോകും, എന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്തതിലേക്ക് പോകും. രണ്ടാമത്തേത് അതിലേക്ക് പോയി നേരെ പഴയതിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം ഇസ്തിത്റാദ്, തഹല്ലുസ്, തലാദ്, അതുപോലെ തന്നെ സാമ്യമായത്, അങ്ങനെ 3-4 രീതിയിലാണ് ഖുർആൻ ഒരു വിഷയത്തിൽ അടുത്ത വിഷയത്തിലേക്ക് പോകാം. അപ്പം ആദം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം പറഞ്ഞപ്പം വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ വൃത്തികേടുകളെ സമീപിക്കരുതെന്ന് പറഞ്ഞു. നമസ്കാരത്തിൽ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു. ശേഷം ഈ അള്ളാഹു അനുവദിച്ചിരിക്കുന്ന അലങ്കാരങ്ങളെ ആരാണ് നിഷേധിക്കുന്നതെന്ന് ചോദിക്കുന്നു. അള്ളാഹു നിങ്ങളെ വിലക്കിയിരിക്കുന്നത് അലങ്കാരങ്ങൾ പാടില്ലെന്നല്ല, മറിച്ച് വൃത്തികേടുകൾ നിങ്ങൾ പ്രവർത്തിക്കരുതെന്നാണ്. അങ്ങനെ ഓരോ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയും അടുത്തതായിട്ട് ആഖിറത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു വിവരണമുണ്ട്. അത് വലിയൊരു വിവരണമാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അവരൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആകാശത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് തുറക്കപ്പെടുകയില്ല. സൂചിയുടെ ദ്വാരത്തിൽ ഒട്ടകം കയറുന്നത് വരെ, അഥവാ ഒരിക്കലും അവർ പ്രവേശിക്കില്ലെന്ന് അർത്ഥം. ശേഷം അള്ളാഹു തആല സ്വർഗ്ഗവാസികൾ, നരകവാസികൾ, ഈ പറയുന്ന ഇടയിലുള്ള ആറാഫിലുള്ളവർ, അവരെക്കുറിച്ച് പറയാണ്. സ്വർഗ്ഗവാസികൾ നാളെ ചോദിക്കും നരകവാസികളോട്, അള്ളാഹു പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കത് സമ്മതിക്കേണ്ടി വരും. അതുപോലെ ആറാഫിലുള്ളവർ സ്വർഗ്ഗവാസികളെ നോക്കിക്കൊണ്ട് ആഗ്രഹിക്കും അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ. നരകവാസികളുടെ അവർ ചോദിക്കും, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പത്രാസ്? നിങ്ങൾ ഇവരെക്കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? ഇവരൊന്നിനും പറ്റാത്തവരാണെന്ന്. ഇപ്പം എന്തായി അവസ്ഥ എന്ന് ഈ ആറാഫിലുള്ളവർ നരകവാസികളോട് ചോദിക്കും. ശേഷം അള്ളാഹു തആല പറയാണ്, നരകവാസികൾ ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി സ്വർഗ്ഗവാസികളോട് ചോദിക്കുകയും അതവർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ ആഖിറത്തെ പറ്റിയുള്ള വിശദമായൊരു വിവരണം ഈ സൂറത്തിലുണ്ട്. ശേഷം അള്ളാഹു തആല നബിമാരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നൂഹ്, ഹൂദ്, സാലിഹ്, ലൂത്ത്, ഷുഐബ് അലൈഹിമുസ്സലാത്തു വസ്സലാം, ഈ മഹാന്മാരായ നബിമാരുടെ സംഭവം. അവരുടെ ജനത നിഷേധിച്ചു. ഓരോരുത്തർക്കും പ്രത്യേകമായ ചില ദുർഗുണങ്ങളുണ്ടായിരുന്നു. ആദ് സമൂഹം അതികായന്മാരായിരുന്നു. വലിയ വലിയ കൊട്ടാരങ്ങൾ കാലാകാലത്തേക്ക് താമസിക്കാനുള്ളതുപോലെ ഉണ്ടാക്കിയിരുന്നു. അവരാരെങ്കിലും എന്തെങ്കിലും കാര്യത്തിനൊന്ന് നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ അഹങ്കാരത്തോടെ അവരെ ഇല്ലായ്മ ചെയ്തിരുന്നു. തുടങ്ങി കുറേ ദുർഗുണങ്ങൾ അവരുടേത്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത പറഞ്ഞു, ഈ വിശ്വാസികളൊക്കെ വെറും നിസ്സാരരല്ലേ, അവരെ മാറ്റി തന്നല്ലാണ് ഞങ്ങൾ വിശ്വസിക്കാം. നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാനെങ്ങനെ ഇവരെ മാറ്റും? അങ്ങനെ സൂറത്തുൽ ആറാഫ്, സൂറത്ത് ഹൂദ്, സൂറത്ത് ഷുഅറയിലായിട്ട് ഹ്രസ്വമായിട്ടും വിശദമായിട്ടും ഇനി ഒരു സ്ഥലത്തുള്ളതിന് കുറച്ചധികം വിശദീകരണം നൽകിക്കൊണ്ടൊക്കെ ഈ നബിമാരുടെ സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത ആവശ്യപ്പെട്ടത് പ്രകാരം ഒട്ടകത്തെ അള്ളാഹു തആല അവർക്ക് കാണിച്ചു കൊടുത്തു, പുറപ്പെടുവിച്ചു ഈ പാറയിൽ നിന്നും. അവർ അഹങ്കാരത്തോടെ അതിനെ അറുത്ത് കളഞ്ഞു. എന്താവശ്യമുണ്ട്? ധിക്കാരം, നിഷേധം. അടുത്തത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനത സ്വവർഗര ധിക്കാരായിരുന്നു. കഠിനമായ 5 രീതിയിലുള്ള ശിക്ഷകൾ അള്ളാഹു തആല അവർക്ക് നൽകിയെന്ന് പറയുമ്പം എത്രത്തോളം വെറുക്കപ്പെട്ട സംഗതിയാണ്. അവരെ കീഴ്മേൽ മറിക്കുകയും തീക്കല്ല് അവരുടെ ദേഹത്ത് പതിപ്പിക്കുകയും പല തരത്തിലുള്ള ശിക്ഷകൾ അള്ളാഹു തആല അവർക്ക് നൽകി. ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അളവിലും തൂക്കത്തിലും ഈ കൃത്രിമം കാണിക്കുന്നവരായിരുന്നു. അള്ളാഹു തആല അവരെയും വലിയൊരു അട്ടഹാസത്തിലൂടെ, വലിയൊരു ഘോരമായ ശബ്ദത്തിലൂടെ പിടികൂടുകയും അവിടെ ഒരു ജനത താമസിച്ചിട്ടില്ലാത്തതുപോലെ നശിപ്പിച്ച് കളയുകയും ചെയ്തു. അപ്പം ഈ നബിമാരുടെ സംഭവങ്ങൾ, അള്ളാഹു തആല നബിമാരുടെ ശരിയായ അനുയായികൾക്ക് നൽകിയ സഹായം, വിജയം, നിഷേധികൾക്ക് കിട്ടിയ പ്രയാസങ്ങൾ, ഇതും അള്ളാഹു തആല ഈ സൂറത്തിൽ വിശദീകരിക്കുന്നത് ഈ ജുസുഇൻ്റെ ഭാഗത്ത് തന്നെ. അള്ളാഹു തആല ശരിയായ രീതിയിൽ ഖുർആനെ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും ദഅവത്ത് ചെയ്യാനും തൗഫീഖ് നൽകട്ടെ. അപ്പം ഈ 8ാമത്തെ ജുസുഇൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.